ആറന്മുള ദേശത്ത് ജനിക്കുന്ന ഏതൊരു മനുഷ്യരുടെയും വലിയ ആഗ്രഹം തന്നെയാണ് ഒരു വള്ളസദ്യ കേട്ടോ. എന്തായാലും തമ്പുരാൻ എനിക്ക് അതിനുള്ള ഭാഗ്യം തന്ന് അതിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നത് കേട്ടോ. മിഡിൽ ക്ലാസ്സിൽ താഴെ ജനിച്ച എനിക്ക് ഒരിക്കലും ഒരു വള്ളസദ്യ ഫുള്ളായിട്ട് ഉണ്ണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതൊരു വലിയ സങ്കടം തന്നെയാണ് കേട്ടോ. കുറച്ച് വർഷം മുമ്പ് ഒരു സദ്യ ഉണ്ണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാനൊന്ന് ക്യൂ നിന്ന് കേട്ടോ. പക്ഷേ ഇന്ത്യയിലെത്തിയപ്പം അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു കൂപ്പണില്ലാതെ അകത്ത് കയറാൻ പറ്റില്ല എന്ന്. വളരെ സങ്കടപൂർവ്വം തന്നെ ഞാനിങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. അന്ന് എന്തോ എൻ്റെ മനസ്സിൽ എനിക്കൊരു തോന്നലുണ്ടായി, എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടൊരു വള്ളസദ്യ നടത്തണമെന്ന്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഫുൾ കൂട്ടാനും കൂട്ടി ഒന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം തന്നെ ആയിരുന്നു കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ആറന്മുളക്കാരുടെ ഒരു വികാരമാണ് കേട്ടോ. ഫുള്ളും കഴിക്കാൻ പറ്റിയില്ലല്ലോ, അതെല്ലാം ഇലയിലിരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ ആ ദിവസം കണ്ടുപിടിച്ചെത്തി. കഴിഞ്ഞ വർഷമാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് വള്ളസദ്യ നടത്തുന്നത്. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഡേറ്റിംഗ് കിട്ടി കേട്ടോ. അതിനുവേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് മനുഷ്യേട്ടനെ, മിനിച്ചേച്ചി, അങ്ങനെ എല്ലാവരുമാണ് കേട്ടോ. അവരോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയാണ് കേട്ടോ പറയാനുള്ളത്. ഭയങ്കര സന്തോഷപൂർവ്വം തന്നെയാണ് കേട്ടോ ഞാൻ ആ ഒരു ചടങ്ങിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ കല്യാണം അവിടെ വെച്ച് നടത്തിയിരുന്നെങ്കിൽ ഇത്ര സന്തോഷവതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഫാമിലി എനിക്ക് തലയുയർത്തി അവിടെ നടത്തണം എന്നുള്ള എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. കാരണം എവിടേക്കോ അവർ കുറച്ചൊക്കെ അപമാനിതരായിട്ടുണ്ട്. ആ അപമാനങ്ങളെല്ലാം മാറ്റാൻ തന്നെയാണ് ഞാൻ ആ വള്ളസദ്യ നടത്തിയതും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സേവിങ്സും എടുത്ത് തന്നെയാണ് ശരിക്കും ഞാൻ ആ ഒരു ചടങ്ങ് നടത്തിയത്. അങ്ങനെ ഒരുപാട് ലക്ഷങ്ങളും കോടികളും ഒന്നും എൻ്റെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. ഉള്ളത് മുഴുവൻ തൂത്തുവാരി തന്നെയാണ് ആ ഒരു ചടങ്ങ് നടത്തിയത്. ഏറ്റവും നന്നായിട്ട് തന്നെ നടത്തണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എന്തായാലും ഭഗവാനോട് ഒരുപാട് നന്ദി പറയുന്നു ഇപ്പോഴും.